ഉദയംപേരൂർ സുനോദോസ് പള്ളിയുടെ സമീപത്തുള്ള പെറ്റ്സോട്ടിക്ക എന്നൊരു പെറ്റ് ഷോപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതിൻ്റെ ഓണറിൻ്റെ പേര് രാകേഷ് ചേട്ടൻ എന്നാണ്. സാധാരണ പെറ്റ് ഷോപ്പിൽ കാണുന്ന പോലത്തെ ഒരു കാഴ്ചകളല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുക. കേരളം കണ്ടു ശീലിച്ചൊരു പെറ്റിനല്ല നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതാരാണെന്നും എന്താണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടറിയാം. മെക്സിക്കൻ ഗ്രീൻ ഇഗ്വാന എൻ്റെ ഹൗസ്. ഇതിനിപ്പോൾ 4 feet സൈസ് ഉണ്ട്. ഫുള്ളി ടൈംഡാണ്. ഇവരുടെ ജന്മദേശം മെക്സിക്കോ ആണ്. പിന്നെ ഇവർ പ്യൂർ വെജിറ്റേറിയൻസ് ആണ്. നോർമലി നമ്മളിപ്പോൾ ഇവർ ഫീഡ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പംകിൻ, പിന്നെ ഒരു 7-8 വെറൈറ്റി ലെറ്റ്യൂസ് ഞാൻ ഇവർക്ക് ഫീഡ് ചെയ്യാറുണ്ട്. സ്പിനാച്ച് കൊടുക്കാറുണ്ട്, പിന്നെ ക്യാരറ്റ് കൊടുക്കാറുണ്ട്, പിന്നെ ഒരു 4-5 വെറൈറ്റി ചീരകൾ കൊടുക്കാറുണ്ട്, മുരിങ്ങയില. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നമ്മൾ നോക്കുന്നത്. ഇവരെപ്പോഴും വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു പ്രാവശ്യം കഴിച്ച സാധനം പിറ്റേത്തെ അതേ സാധനം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കഴിക്കാനായിട്ട് ഇത്തിരി മടി കാണിക്കും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവരിപ്പോൾ കുക്കിമോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ലീഫി വെജിറ്റബിൾസ് എന്തെങ്കിലും കൊടുക്കും. ചിലപ്പോൾ കൊടുക്കുന്നത് ലെറ്റ്യൂസ്, ഐസ്ബർഗ് ലെറ്റ്യൂസ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്, അത് അല്ലെങ്കിൽ ചീര. അതേപോലെ തന്നെ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ക്യാരറ്റ് കൊടുക്കും, അല്ലെങ്കിൽ പംകിൻ കൊടുക്കും. അപ്പോൾ പംകിനും ക്യാരറ്റൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ കഴിക്കാനായിട്ട് എന്തെങ്കിലും മടി കാണിക്കുന്ന കൂട്ടത്തിൽ. പിന്നെ വൺസ് ഇവർ സെറ്റായി കഴിഞ്ഞാൽ നമ്മളായിട്ട് ഫുള്ളി ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ഈ ഇരിക്കും അങ്ങനെ ഇരുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു 3 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 feet സൈസ് ഉണ്ട് ഇതിന്. പിന്നെ ഇവരുടെ ഒരു ലക്ഷണം നോക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആന, കൊമ്പനാനയുടെയൊക്കെ മസ്തകമൊക്കെ നോക്കിയിട്ട് അവരുടെ ലക്ഷണങ്ങളൊക്കെ പറയില്ല. അതേപോലെ ഇവരുടെ ഈ സംഭവമുണ്ട്. ഇവരുടെ 2 ബൾജുണ്ട്. അത്യാവശ്യം നല്ല സൈസായിട്ട് നിൽക്കുമായിരിക്കും. മെയിനായിട്ട് ഇതുണ്ടല്ലോ, ഇവർ ഈ സംഭവമല്ല. ഓക്കെ, ലവ് യു, ലവ് യു. നല്ലൊരു മെയിലാണ്. ഇവന് ഇണങ്ങാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു ബൈറ്റ് മതി എൻ്റെ ഒരു ഏരിയ പോകാനായിട്ട്. ഉണ്ടല്ലോ, പിന്നെ ഇണങ്ങിയത് കൊണ്ടിട്ടാണ് എന്നൊന്നും ചെയ്യാത്തത്. ഫുള്ളി ടൈം ഞാൻ തന്നെ ഇണക്കിയെടുത്ത ആളാണത്. ഇതാണ് നമ്മളുടെ ഹൗക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്കിവിടെ വേറെ ആൾക്കാരുണ്ട്. ഹൗക്കിനെ പോലെ നമുക്കിവിടെ ബോയ്ക്കുണ്ട്, റെഡ് ഇഗ്വാന. ഇയാൾ ഫുള്ളി ടൈംഡാണ്. അയാൾക്കിപ്പോൾ ഒരു 3 വയസ്സിൻ്റെ അടുത്ത് ആറായി. ഇഗ്വാനാസിന് ബേസിക്കലി ഇത് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനോസേഴ്സ്, റാപ്റ്റേഴ്സിൻ്റെ ഒരു ലാസ്റ്റ് ജനറേഷൻ ഇവരാണെന്ന് പറയുന്നത്. ഇവരുടെ ഒരു ക്ലോസപ്പ് തല മാത്രം ഇത്രയുള്ളൊരു ക്ലോസപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോഡ്സില, ഡിനോസറിൻ്റെയൊക്കെ ഒരു ലുക്കാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ശരിക്കും അവരുടെ ലാസ്റ്റ് ജനറേഷൻ എന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇഗ്വാനസ് ആക്ച്വലി നമ്മുടെ ഇവിടെ 4 കളേഴ്സാണ് അവൈലബിൾ. അതിൽ മെയിനായിട്ടുള്ളത് ഗ്രീനാണ് ബേസിക്, ഏറ്റവും വിലക്കുറവ് ഗ്രീനാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് റെഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് നമ്മുടെ ഇങ്ങോട്ടേക്ക് അവൈലബിളായി വന്നിരിക്കുന്നത് ആൽബിനോ. ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്യൂർ വൈറ്റ് ഒന്നുമല്ല, ഒരു യെല്ലോയിഷ് കളറാണ്. അതാണ് ആൽബിനോ എന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളതൊക്കെ മറയണിക്കുവാനൊക്കെയാണ്. അത് നമുക്ക് ആക്ച്വലി ഇവിടെ വളർത്തലൊന്നും ഒക്കെ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പോൾ 4 കളേഴ്സാണ് ഇഗ്വാനാസിന്, ഡൊമസ്റ്റിക് ഇഗ്വാനാസിന് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് 4 എണ്ണമാണ്.